വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി.ജെ.പി. തൃശൂരും തിരുവനന്തപുരത്തും ജയിക്കുമെന്നാണ് സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിപ്പോർട്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളും ബി.ജെ.പിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയിൽ ആദ്യം തൃശൂർ തന്നെ. ക്രൈസ്തവ വോട്ടുകൾ തൃശൂരിലും പത്തനംതിട്ടയിലും അനുകൂലമായെന്നാണ് കണക്ക്. ത്രികോണ മത്സരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചുവെന്നും ബി.ജെ.പി. കണക്ക് കൂട്ടുന്നു. നരേന്ദ്രമോദി തരംഗം കേരളത്തിലുണ്ടായെന്നും ബി.ജെ.പി. പറയുന്നു. തരംഗമുണ്ടെങ്കിൽ 20% വോട്ട് വിഹിതമുണ്ടാകുമെന്നും NDA പ്രതീക്ഷ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, തൃശ്ശൂർ ഈ മണ്ഡലങ്ങളിലെല്ലാം ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. 5-6 സീറ്റുകളും ഇത്തവണ ജയിക്കുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള, ശ്രീ മോദിജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ദേശീയ സർവേകളിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. പാർട്ടി പ്രതീക്ഷിച്ച രീതിയിൽ സംസ്ഥാനത്ത് താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജൂൺ 4 എണ്ണപ്പെട്ട ദിനമായിരിക്കും. എക്സിറ്റ് പോളിൻ്റെ ഏറ്റവും വലിയ ഇൻഫർമേഷനോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ 3-ാം തവണ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ വരുന്നുണ്ട്. അതും ഒരു 2019-നെക്കാട്ടും ഒരു വലിയ മാൻഡേറ്റ് കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അതൊരു ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ വോട്ടറും അതല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നോണയൻ്റെ രാഷ്ട്രീയമോ ഒരു ഡിവിസിവ്നെസ്സിൻ്റെ രാഷ്ട്രീയം അല്ല വേണ്ടത്. ഞങ്ങൾക്കൊരു പുരോഗതിയും വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ നരേന്ദ്രമോദിജിക്ക് 3-ാം തവണ ഒരു മാൻഡേറ്റ് കിട്ടുന്നത്. ലോക്സഭാ ഫലത്തിന്റെ ബലത്തിൽ നിയമസഭ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.